ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓംലെറ്റ് കൊണ്ട് വയറ് നിറയെ ചോറ് കഴിക്കാൻ പറ്റുമോ? പക്ഷേ അത് മസാല ഓംലെറ്റ് ആവണം കേട്ടോ. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് പറ്റിയ ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് ഈ മസാല ഓംലെറ്റ്. വേറെ ഒരു കറിയും വേണ്ട, അച്ചാർ പോലും വേണ്ട, ചോറും നമ്മുടെ ഈ മസാല ഓംലെറ്റും മാത്രം മതി ഒരു പറ ചോറ് കഴിക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് എന്നിട്ട് 2 മുട്ടയാണ് ഇതിന് ചേർക്കുന്നത്. ഈ മുട്ട ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാമേ. ഇനി ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാൻ ഒരു സവാളയാണ്, മീഡിയം ലെവൽ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അത് ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അടുത്ത് ചേർക്കുന്നത് കുരുമുളകാണ്. അത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത് ചേർക്കുന്നത് ഉപ്പാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അത് ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനിപ്പോൾ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇത് നമുക്കൊരു പാൻ ആവശ്യമാണ്. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വെളുത്തുള്ളി ചേർക്കാം. അത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അടുത്തത് വേണ്ടതും സവാള തന്നെയാണ്. ഇതൊരു ചെറിയ സ്മോൾ സൈസ് സവാളയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സവാള എടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല സ്പൈസി ആയിട്ട് വേണമെന്നവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഞാൻ ചേർത്തത്. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണവും ഒക്കെ ഒന്ന് മാറി ഒന്ന് കുക്കാവട്ടെ. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണേ. ഒറ്റ ട്രിപ്പിൽ ഒഴിക്കരുത്. അപ്പോൾ ഇതാ സ്ലോവിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ അടിഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. അപ്പോൾ നമ്മൾ ഈ ചട്ടു അതൊക്കെ വെച്ചിട്ട് മറിച്ചിടുമ്പം ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് കമത്തി എടുക്കുവാണേ. അതിന് ശേഷം പിന്നെ നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മുടെ ആ തവയിലിട്ടാൽ മതി. അപ്പോൾ പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ പൊടിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, എന്നാലും കുറച്ച് ഭംഗി പൊടിയാതിരിക്കുന്നത് കാണാനല്ലേ. ഇപ്പോൾ 2 സൈഡും വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ മറ്റു കറികളോട് കൂട്ടി കഴിക്കുന്നേക്കാളും നല്ലതുപോലെ കഴിക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിലേ അവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കേ, അവർ കഴിക്കും. എരിയൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി, അവർ നല്ലതുപോലെ കഴിക്കും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടിപൊളി ഒരു വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം ഇൻഷാ അല്ലാ. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.